ഇനി വിജയുടെ പ്രശ്നത്തിലേക്ക് വിജയ് ഡൽഹിയിലേക്ക് പോവുകയാണ്. കരൂർ ദുരന്തത്തിൽ നടനും ടി വിക്ക് അധ്യക്ഷനുമായ വിജയ് ഇന്ന് വീണ്ടും സി ബി ഐക്ക് മുന്നിൽ ഹാജരാകും. ഇന്ന് രാവിലെ 11 മണിയോടെ ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് വിജയ് എത്തും. കഴിഞ്ഞ തവണ നൽകിയ മൊഴിയിൽ ചില വ്യക്തതകൾ വേണമെന്നാണ് CBI പറയുന്നത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, ശരിക്കും ചാർട്ടേഡ് ഫ്ലൈറ്റിൽ തന്നെയാണോ വിജയ് വരുന്നത്? ഈ 11 മണിക്ക് അറൗണ്ട് അദ്ദേഹം കഴിഞ്ഞ തവണത്തെ പോലെ ഹാജരാകുമെന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? CBIയുടെ നീക്കത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. വിജയ് ഇന്നലെ വൈകിട്ടോടുകൂടി ഡൽഹിയിലെത്തി. കാരണം നേരത്തെ CBI വിജയെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും തൊട്ടടുത്ത ദിവസം വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പൊങ്കൽ പ്രമാണിച്ച് തനിക്ക് നാട്ടിലേക്ക് പോവേണ്ടതുണ്ട് എന്നൊരു ആവശ്യം വിജയ് CBIയോട് ആവശ്യപ്പെടുകയും CBI അത് അംഗീകരിച്ചുകൊണ്ട് എന്നാൽ 19-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ്ടും സമൻസ് നൽകുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ വൈകിട്ടോടുകൂടി വിജയ് ഡൽഹിയിലെത്തിയത്. ഇന്ന് 11 മണിയോടുകൂടിയായിരിക്കും CBI ആസ്ഥാനത്ത് വിജയ് ഈ മൊഴി രേഖപ്പെടുത്താനായി ഹാജരാവുക. കഴിഞ്ഞ തവണ നൽകിയ മൊഴികളിൽ ചില വ്യക്തത കുറവുണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ വ്യക്തതയ്ക്കായിരുന്നു CBI വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് ആ ചോദ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും മൊഴി രേഖപ്പെടുത്തുക. കഴിഞ്ഞ തവണ 90 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ബുക്ക്ലെറ്റ് ആയിരുന്നു വിജയ്ക്ക് ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് CBI നൽകിയത്. അത് സ്റ്റെനോഗ്രാഫറുടെ സഹായത്തോടു കൂടി ഇംഗ്ലീഷിലായിരുന്നു വിജയ് മൊഴി രേഖപ്പെടുത്തുകയും അതിനുശേഷം താൻ നൽകിയ മൊഴി വായിച്ച ശേഷം ഒപ്പിട്ട് CBIക്ക് നൽകിയതും. ഇന്നിപ്പോൾ വരുമ്പോൾ പല ചോദ്യങ്ങളിൽ ഒരു വ്യക്തത കുറവ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതിലൊന്ന്, എന്തുകൊണ്ടാണ് വിജയ് ഈ വേദിയിൽ കരൂർ ദുരന്തം നടന്ന വേദിയിലേക്ക് എത്താൻ വൈകിയത്? 7 മണിക്കൂർ വൈകിയാണ് വിജയ് എന്ന വേദിയിലേക്ക് എത്തിയത്. അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ സംബന്ധിച്ചുള്ള വശങ്ങൾ. മറ്റൊന്ന്, ഈ അപകടം നടക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞിട്ടും പ്രസംഗം തുടർന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടും. അപകടം നടന്നതിന് പിന്നാലെ വിജയ് എന്തുകൊണ്ട് വേഗത്തിൽ വേദി വിട്ടു തുടങ്ങിയ നിരവധി ചോദ്യങ്ങളിൽ വ്യക്തതയ്ക്കായി കൂടിയാണ് ഇന്ന് വിളിച്ചു വരുത്തുന്നത്. എന്തായാലും ഇതിൽ വിജയുടെ TVക്ക് അധ്യക്ഷനായിട്ടുള്ള വിജയുടെ സാക്ഷിമൊഴി ഏറെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ തവണ വിജയ് CBIയോട് പറഞ്ഞത് പ്രാദേശിക ഭരണകൂടത്തെ ഈ റാലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചിരുന്നു, അവരുടെ ഉത്തരവാദിത്തമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വിജയുടെ മൊഴി ഏറെ നിർണായകമാണ്. എസ്കെൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.